യേശുവിന്റെ സാക്ഷിയായിട്ട് നിൽക്കുന്ന ഒരു വെളിപ്പാട് ഇന്ന് രാവിലെ ഞാൻ കാണുക. നിന്റെ അമ്മയ്ക്ക് സ്വസ്ഥതയില്ലായിരുന്നു, നിന്റെ അച്ഛൻ മദ്യപാനിയായിരുന്നു. സത്യം. ഇന്ന് രാവിലെ യേശു എന്നോട് പറയുക, എറണാകുളത്തൊരു ദൈവത്തിന്റെ പ്രവൃത്തി നടക്കാൻ പോവാ. പക്ഷേ ഞാന് നിന്നെ കണ്ടോണ്ടിരുന്നപ്പോ ദൈവം എന്നോട് പറഞ്ഞേ, നിന്റെ വീട്ടിൽ പാരമ്പര്യമായിട്ടൊരു കെട്ടുണ്ട്, അത് നിന്റെ മേലുണ്ട്. ഒരു സമയം വരെ നിന്റെ അമ്മയ്ക്ക് സ്വസ്ഥതയില്ലായിരുന്നു, നിന്റെ അച്ഛൻ മദ്യപാനിയായിരുന്നു. സത്യം. അതിനുശേഷം നിന്റെ ചേട്ടൻ വലിയ പ്രശ്നത്തിലായിരുന്നു, അതിനൊത്തിരി കരഞ്ഞു നിന്റെ അമ്മ. ഇപ്പം നിന്റെ അമ്മ കരയുന്നേ നിന്നെ കുറിച്ചാണ്. നിന്റെ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ട് വേണ്ട, ഇന്ന് നിർത്തണം. നിർത്തില്ലേ? നീ യേശുവിന്റെ ആളായിട്ട് മാറും. നീ യേശുവിന്റെ സാക്ഷിയായിട്ട് നിൽക്കുന്ന ഒരു വെളിപ്പാട് ഇന്ന് രാവിലെ ഞാൻ കാണുക. ഈ കമ്മൽ ഇട്ടോണ്ട് വന്ന മോന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം വ്യാപരിക്കാൻ പോകുകയാ. പരസ്യമായി ഇന്ന് രാവിലെ ഞാൻ പറയുക, ഇവൻ യേശുവിന്റെ ആളായിട്ട് മാറോ, യേശുവിന്റെ സാക്ഷിയായിട്ട് മാറോ. ഇവർക്ക് സ്വന്തമായി ദൈവം വീട് കൊടുക്കോ, അവരുടെ അവസ്ഥകൾ മുഴുവൻ മാറിപ്പോകോ. പക്ഷേ നീ കമ്മലൂരി എനിക്ക് തരണം, തരുമോ? വിളിച്ചവനെ സഹായിക്ക മോനെ, അച്ഛനെ വിളിത്തരും. മോനെ വരുന്നുണ്ട്. നിങ്ങൾ ഒരു മിനിറ്റ് ഇരിക്കാമോ? കോയരവിടെ നിൽക്കണേ. റജി പറ, എഴുന്നേറ്റ് വന്ന് ഈ കമ്മലൂരിത്ത. സ്വർണ്ണമാണോ? അല്ല. പൈസ ഒന്നും കിട്ടത്തില്ലല്ലോ. പൈസ കിട്ടുമോ ഇത് കൊടുത്താൽ? വെള്ളിയാ? സുരേഷ് പാസ്റ്ററെ, വെള്ളിയാ കിട്ടുന്ന വാങ്ങിച്ചോ. ഇനി കമ്മലിടല്ല, ആവശ്യമില്ലാത്തല്ലേ. എനിക്ക് നിന്നെ ഞാൻ വിളിച്ചപ്പോ നിനക്കറിയാവുന്നല്ല, എനിക്കറിയാം. അറിയാം നീ കരയുന്ന കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പബ്ലിക്കായിട്ട് പറയാത്ത. ഇപ്പൊ ഒരു സ്നേഹബന്ധം ഉണ്ടില്ലയോ? ഒത്തിരി പേരെ സ്നേഹിച്ചിട്ടുണ്ട്. ഏത് സ്നേഹവും 3 മാസമേ ഉള്ളൂ, അതിക്കുള്ളിൽ നിൽക്കുകയല്ല. ഇപ്പോഴത്തെ ശരിക്കും സ്നേഹിക്കുവാണോ? ആണോ? അവനും അറിയത്തില്ല. എന്നോട് ചോദിക്കുവോ അവൻ, അച്ഛൻ നിൽക്കുമോ എന്ന് ചോദിക്കുവോ? ശരി, അത് ഞാൻ യോഗം കഴിഞ്ഞിട്ട് പറയാം. ഈ താടിയൊക്കെ പഠിക്കണം, കൊള്ളത്തില്ല. അതുകൊണ്ടാ. എന്നിട്ട് ഇപ്പൊ ഉപയോഗിക്കുന്നൊന്നും ഉപയോഗിക്കണ്ട. ഞാൻ കുടിക്കുന്ന വെള്ളം കുടിച്ചാൽ മതി. മതിയല്ലോ? മതി. എനിക്കറിയല്ല. അതുകൊണ്ടാ. നീ യേശുവിന്റെ ആളാവും. മോനെ, നിന്റെ അച്ഛന്റെ മണ്ടയ്ക്കുണ്ടായിരുന്ന കെട്ട് നിന്റെ മണ്ടയ്ക്കുണ്ട്, അതിന്റെ ചേട്ടന്റെ മണ്ടയ്ക്കായിരുന്നു. നിനക്ക് ട്രാൻസ്ഫർ ആയി. ഇന്ന് രാവിലെ യേശു എന്നോട് പറയുക, എറണാകുളത്തൊരു ദൈവത്തിന്റെ പ്രവൃത്തി നടക്കാൻ പോവാ. നീ യേശുവിന്റെ ആളായിട്ട് മാറാൻ പോവാ.
ഒന്ന് കൈയടിച്ചു വിളിക്കാവുന്ന ആളുകള് അധരമൊന്ന് തുറന്ന് നാവൊന്ന് ചലിപ്പിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാവിലെ ആ നാമത്തെ ഒന്ന് വിളിച്ച് നിന്നെ രക്ഷപ്പെടുത്താൻ വ്യാപരിക്കുന്ന ഒരേ ഒരു നാമമാണ് യേശുവിന്റെ നാമം. സ്വലോകടെ ഭൂലോകടെയോ അധോലോകടെ സകല മുഴങ്കാലോ മടങ്ങുന്ന നാമത്തിന്റെ പേരാണ് യേശു എന്ന നാമം. ഈ രാവിലെ ഇവിടെ നീ പ്രഖ്യാപിക്കുക, ഈ കൊച്ചൊരു സുവിശേഷകനാവും. ഇവൻ യേശുവിന്റെ ആളായിട്ട് മാറും. ഇവന്റെ വീട്ടിൽ ദൈവപ്രവൃത്തി ഉണ്ടാകും. ഇവർക്ക് സ്വന്തമായി വീട് ദൈവം കൊടുക്കും. പോയിരുന്നോടാ ആങ്ങളുണ്ടോ? ഈ മോടെ ആങ്ങളേരാ? ഏതാ? എടാ എഴുന്നേറ്റ് വേടാ, പേര് പറയടാ. എടാ മോനെ പേര് പറ. ജോജി. ജീവിക്കണ്ടായോ? വേണം. അതിന് സ്ഥിതി മാറണം. എത്ര വയസ്സായി? 40? കല്യാണം കഴിച്ചില്ല, ജീവിക്കാൻ പറ്റുന്നില്ല. തള്ളയും പിള്ളെല്ലാം കൂടെ പിശാച് കെട്ടിയേക്കുവാ. ഇന്ന് രാവിലത്തെ ആരാധന കെട്ടുപൊട്ടാൻ പോവാ. ഈ 2025 പിടിച്ചു പറയവനെ യേശുവിന്റെ ശക്തി അവന്റെ മേൽ വ്യാപരിക്കുക. നീ ജീവിക്കാതിരിക്കാൻ, വിവാഹം കഴിക്കാതിരിക്കാൻ, രക്ഷപ്പെടാതിരിക്കാൻ നിനക്കെതിരെ വെല്ലുവിളിച്ചൊരു വെല്ലുവിളിയുണ്ട്. ഇന്ന് രാവിലെ കർത്താവ് പൊട്ടിച്ചു കളയാൻ പോവാ. മോളെ എന്നോട് ദൈവം പറയുന്ന നീ ഇന്ന് രാവിലെ സൗഖ്യമാകാൻ പോവാ. പോലീസ് കേസുകളൊക്കെ ഈ രാവിലെ ദൈവം എഴുതി തള്ളാൻ പോവാ. യേശുവിന്റെ മഹത്വം ഉണ്ടാകാൻ പോവാ. നിന്റെ പിള്ളേരെ ഒന്ന് ചാവണമെന്ന്. ഇവിടെ പിള്ളേരെന്തേ? ആ പിള്ളേരെ കൊണ്ടുവാ. നല്ല സുന്ദരി 2 പെൺപിള്ളേര്. മോളെ നീ പിള്ളേരെ ഒന്നും ചാവത്തില്ല, നീ അത്ഭുതം കാണും. നിന്റെ 2 പെൺകുഞ്ഞുങ്ങളും സുവിശേഷകരായിട്ട് മാറും. നിന്റെ ആങ്ങളെ കല്യാണം കഴിക്കും. എടാ മോനെ, ഈ 40ാമത്തെ വയസ്സ് നിന്റെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റാ. നിന്നെ പിശാച് എഴുതി തള്ളിയതാ. പക്ഷെ നിന്റെ ജീവിതം ഇന്ന് രാവിലെ തിരിച്ചു വരും. നിന്റെ അമ്മ അത് കണ്ണുകൊണ്ട് കാണും. ജോലിക്ക് പോകുന്നില്ല ഇല്ലയോ? ജോലിക്ക് പോകുന്നില്ല. ജോലിക്ക് പോണം. പോമോ? പോവും. നിന്നെ വീട്ടിൽ ഇരുത്തിയേക്കോ പിശാച്. കേട്ടോ? ഈ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. ഇവന്റെ വിവാഹം നടക്കും, ഇവൻ തിരിച്ചു വരും, ഇവൻ അടിമുടി മാറും, അവസ്ഥകളൊക്കെ മാറിപ്പോവും. മക്കളെ നിന്റെ കൂടെ ആരുണ്ട്? അമ്മയുണ്ട്. ഇറങ്ങി വാ, ഒരു കാര്യം പറയട്ടെ നിന്നോട്. ദൈവം വഴി തുറന്നാൽ ആരെങ്കിലും അടയ്ക്കുവോ? അടയ്ക്കുവോ? എല്ലാ വഴിയും അടഞ്ഞു വന്നാ നീ. പക്ഷെ ദൈവം നിനക്ക് മലർക്കി ഒരു വഴി തുറക്കാൻ പോവാ. ഇന്ന് രാവിലെ ശനിമാമേ ഇവളെ ഒന്ന് പിടിച്ചോണം. തമ്പുരാന്റെ ഒരു കൃപ ഇറങ്ങി വരാൻ പോവാ. എല്ലാരും പ്രാർത്ഥിക്കാവുന്നവര് പ്രാർത്ഥിച്ചോ. യേശുവേ എന്ന് വിളിക്കാവുന്നവര് ആദരമൊന്ന് തുറന്ന് നാവൊന്ന് ചലിപ്പിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച് എല്ലാ ആളുകളും ആദരമൊന്ന് തുറന്ന് ഇന്ന് രാവിലെ ഒന്ന് വിളിച്ച് ഈ വീട് രക്ഷപ്പെടാൻ പോവാ. ഇവർക്കെതിരെ എടുത്തു വെച്ച ആഭിചാര ശക്തികൾ, മന്ത്രവാദത്തിന്റെ പോരാട്ടങ്ങൾ, നുഖത്തിന്റെ അമിക്കയറുകൾ സന്തരാധന അമ്മ പുറകോട്ടുന്ന യേശുവിന്റെ നാമത്തിൽ അവള് രക്ഷപ്പെടാതിരിക്കത്തക്ക പോലെ അവക്കെതിരെ കെട്ടി നിൽക്കുന്ന ആ വിചാരത്തിന്റെ കെട്ടുകൾ ഈ രാവിലെ പൊട്ടിമാറുക. കൈയടിക്കാൻ പറ്റുന്നവര് കൈയടിച്ച് ആദരം തുറന്ന യേശുവേ എന്ന് വിളിക്കാവുന്നവര് സമ്പത്താണേ തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ല. അഭിഷേകം എന്റെ സമ്പത്താണേ തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ല. ഒരിക്കൽ കൂടി അഭിഷേകം
എന്റെ സമ്പത്താണേ. തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. ഓ ഹല്ലേലൂയ ഹോസന, 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 ഹല്ലേലൂയ ഹോസന, ഓ ഹല്ലേലൂയ ഹോസന, ഹല്ലേലൂയ ഹോസന. പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ രോജാവേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ രോജാവേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ രോജാവേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ രോജാവേ. അങ്ങേക്കു തുല്യൻ അങ്ങു മാത്രം. ഓ അങ്ങേക്കു തുല്യൻ അങ്ങു മാത്രം. ഓ അങ്ങേക്കു തുല്യൻ അങ്ങു മാത്രം. അങ്ങേക്കു തുല്യൻ അങ്ങു മാത്രം. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ആദ്യനും അന്ത്യനുമായോനേ, ജീവൻ ഉറവിടമായോനേ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനേ. ആദ്യനും അന്ത്യനുമായോനേ, ജീവൻ ഉറവിടമായോനേ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനേ. ആദ്യനും അന്ത്യനുമായോനേ, ജീവൻ ഉറവിടമായോനേ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനേ. ഹല്ലേ ഹല്ലേലൂയ പാടിടാം. അയിച്ച സ്വരത്താൽ എന്നെ നയിച്ചതിനാൽ